നമസ്കാരം. ഞാൻ ഡോക്ടർ ജിതേഷ് കെ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, മലബാർ ഹോസ്പിറ്റൽ, എരഞ്ഞിപ്പാലം, കോഴിക്കോട്. ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ന്യൂസാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം ഒക്ടോബറിലൂടെ കേരളത്തിൽ നിന്നും ഒരു പുതിയ ഡിസീസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മ്യൂറാൻ ടൈഫസ്. നിങ്ങളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകാം. ഒരു വ്യക്തി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയും അതിനുശേഷം പനിയും മേലുവേദനയും ശരീരരാശമായി വന്നു. അപ്പോൾ ന്യൂസുകളിലെല്ലാം ഒരു പുതിയ അസുഖം കണ്ടുപിടിക്കപ്പെട്ടതായി നമുക്കെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് സാധാരണഗതിയിൽ ഇതിന്റെ ഒരു വകഭേദം നമ്മൾ കേരളത്തിൽ ഇപ്പോഴും പണ്ടും നടക്കുന്നുണ്ടായിരുന്നു. ചെള്ളുപനി എന്ന പേരിൽ സ്ക്രബ് ടൈഫസ് എന്ന ഇൻഫെക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പല ഡോക്ടർമാർക്കും ഫിസിഷ്യൻസിനും ഒക്കെ ഇത് അറിയുന്നതാണ്. എന്നാൽ ഇതിന്റെ ഒരു പുതിയ വെറൈറ്റിയാണ് മ്യൂറൈൻ ടൈഫസ് എന്ന് പറയുന്നത്. മ്യൂറൈൻ ടൈഫസും ഒരു റിക്കറ്റ്സിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. റിക്കറ്റ്സിയ ടൈഫി എന്ന് പറഞ്ഞ രോഗാണുവാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് പടരുന്നത് എലികളിൽ കണ്ടുവരാറുള്ള ഒരു ചെള്ള്, ഫ്ലീ എന്ന് പറയും, സിനോപ്സില അല്ലെങ്കിൽ കാറ്റ് ഫ്ലീ എന്നൊക്കെ പറയുന്ന ഒരു ചെള്ളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ചെള്ളിന്റെ ഫീക്കൽ മാറ്റർ നമ്മുടെ മുറിവുകളിലൂടെ, സ്കിന്നിന്റെ മുറിവുകളിലോ മ്യൂക്കസ് മെമ്പറിലോ തട്ടിയതിനു ശേഷമാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എൻട്രി ചെയ്യുന്നത്. ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. സാധാരണ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ ഈ ഇൻസിഡന്റിന് ശേഷം തുടങ്ങാറ്. അത് പനി, മേലുവേദന, തലവേദന എന്ന് തുടങ്ങിയതിനു ശേഷം ചിലർക്ക് ശരീരത്തിൽ ഒരു ടിപ്പിക്കൽ റാഷ് വരാറുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് പേഷ്യന്റിനെ റിക്കവർ ചെയ്യിക്കാം. എന്നാൽ കോംപ്ലിക്കേഷനുകൾ വന്നു കഴിഞ്ഞാൽ രക്തത്തിന്റെ കൗണ്ടുകൾ, പ്ലേറ്റ്ലെറ്റ് കുറയുക, മഞ്ഞപ്പിത്തം വരിക, റീനൽ ഫെയിലിയർ വരിക, ബ്രെയിനിനെ ബാധിക്കാം, അങ്ങനത്തെ പല കോംപ്ലിക്കേഷനുകളും വരാം. അപ്പോൾ ഈ രോഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു പനിയും ട്രീറ്റ് ചെയ്യുന്ന ലാഘവത്തോടെ ലക്ഷണങ്ങൾ വരുമ്പോൾ സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡോക്ടറെ സമീപിക്കുക, ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ ഈ ഫ്ലീകൾ ഈ പറഞ്ഞ പോലെ എലികൾ വളരുന്ന സ്ഥലങ്ങളിൽ, പൂച്ചകളിലൊക്കെയാണ് കാണാറ്, പൊന്തക്കാടുകളിലൊക്കെ വളരാം. ഈ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പ്രൊട്ടക്റ്റീവ് വെയറുകൾ ഉപയോഗിക്കുക, അഥവാ ബൂട്ട്സുകൾ അല്ലെങ്കിൽ ഫുൾ ലെങ്ത് പാൻസ്, ഷർട്ട്സ് എന്നിവ ഉപയോഗിക്കുക. ഇനി ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം വൃത്തിയായി ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഫ്ലീസ് ചെള്ളുകൾ നമ്മുടെ ശരീരത്തിൽ കുറെ നേരം നിൽക്കുമ്പോൾ മാത്രമാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പനി വന്നാൽ സ്വയം ചികിത്സിക്കാത്ത ഒരു ഡോക്ടറെ അടുത്ത് പോവുക. പ്രത്യേകിച്ച് നിങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ അഥവാ തായ്ലാന്റ്, വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളിലേക്ക് റീസെന്റ് ട്രാവൽ ചെയ്തെങ്കിൽ ഇങ്ങനത്തെ ഒരു പുതിയ രോഗമുണ്ടെന്ന് മനസ്സിലാക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുക. താങ്ക് യു.